ഹലോ, അപ്പം ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ഫഞ്ചാ ഹെറിറ്റേജ് ഹൗസ് കാണാനായിട്ടാണ്. മസ്കറ്റിൽ നിന്ന് അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ്. 47 കിലോമീറ്ററാണുള്ളത്, 37 മിനിറ്റും. അപ്പോൾ ഇത് എപ്പോഴും ഫഞ്ചാ ഹെറിറ്റേജ് ഹൗസിനെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ വരണമെന്നങ്ങനെ ഓർക്കുമെങ്കിലും അത്രയും നല്ല സ്ഥലമായിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും പോകാമെന്ന് ഓർത്താലും അതങ്ങനെ വേണ്ടാന്ന് വെക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല സ്ഥലമാണ് കേട്ടോ വരാനായിട്ട്. ഫാമിലിയായിട്ട് വരാനും പിള്ളേർക്കും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ലൊരു കാണാനും അതുപോലെ തന്നെ കുറച്ച് ബേഡ്സും ആനിമൽസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ചെറിയൊരു എക്സിബിഷനൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അത് നല്ല നല്ല സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും മസ്കറ്റിലുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഇത് വന്ന് കണ്ടു നോക്കുക. ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇനി എൻട്രി ഫീ ഉണ്ട്. എൻട്രി ഫീ 1 റിയാലാണ്. വലിയ ആൾക്കാർക്കൊക്കെ 1 റിയാലും, അതുപോലെ തന്നെ കുട്ടികളിൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫീ വേണ്ട. അതിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് നമുക്ക് എൻട്രി ഫീ എടുക്കേണ്ട ആവശ്യമുള്ളൂ. വരുമ്പോൾ തന്നെയുള്ള റൈറ്റ് സൈഡിലുള്ള കഫേയിൽ തന്നെയാണ് നമ്മൾ ഈ എൻട്രി ഫീ എടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഇന്ന ടൈമിൽ അങ്ങനെ നമുക്ക് കണ്ടു കഴിഞ്ഞ് ഇറങ്ങുക അങ്ങനെയൊന്നുമില്ല. നമുക്ക് അവിടെ ഇരിക്കാം, നല്ല റിലാക്സ് ചെയ്യാം, ഫാമിലിയായിട്ട് അവിടെയൊക്കെ കുറേ നേരം ഇരിക്കാം. അതുപോലെ തന്നെ ചെറിയ ചെറിയ റൂംസും റെസ്റ്റോറൻറ്റും കഫേയും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അതും ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ചൂട് ടൈമിനൊക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ വന്ന് പുറത്ത് വന്ന് റെസ്റ്റ് ചെയ്യാനും എല്ലാം നല്ല സൗകര്യമുണ്ട്. അതുപോലെ തന്നെ കയറുന്ന സ്ഥലത്ത് നമ്മളിങ്ങനെ മേളിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കും കുറേ പൈപ്പുകൾ പോലെ വന്നിട്ട് അതിൽ നിന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചൂട് ടൈമിന് ആൾക്കാർക്ക് അവിടെ വന്ന് ഇരിക്കാൻ റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് ചൂട് ശരിക്കും കുറവായിട്ട് ഫീൽ ചെയ്യും. ആ വെള്ളം സ്പ്രേ ചെയ്യുന്നത് നമ്മൾ നനഞ്ഞു പോകുക അങ്ങനെയൊന്നുമില്ല, ഭയങ്കര പൊടിയായിട്ടാണ് അങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയായിരുന്നു. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നല്ല ചീവീടുകളുടെ സൗണ്ടാണ്. അതുപോലെ തന്നെ ഫുൾ ഈ കല്ലുകൾ കൊണ്ടാണ് ഈ മതിലുകളും കംപ്ലീറ്റ് എല്ലാം അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ മേളിലെല്ലാം ഫുള്ള് ഡേറ്റ്സിൻ്റെ ഓലയും തണ്ടൊക്കെ കൊണ്ട് ഫുൾ അവരിങ്ങനെ കവർ ചെയ്തിരിക്കുന്നത്. ഈ കൂടുകളിലൊക്കെ പ്രാവും അതുപോലെ തന്നെ ലവ് ബേർഡ്സിനെയൊക്കെയാണ് അവർ ഇട്ടിരിക്കുന്നത്. ഈ കൂടിൻ്റെ ഉള്ളിൽ പ്രാവും മുയലും അതുപോലെ തന്നെ ടർക്കിനെയൊക്കെ എല്ലാം ഒരുമിച്ചാണ് അവർ ഇട്ടിരിക്കുന്നത്. ടർക്കിയുടെ താഴത്തായിട്ട് ഒരു മുയലിരിക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അത് ഇങ്ങനെ മുയലിങ്ങനെ അടുത്തായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവരുടെ ഹാബിറ്റൈൻ്റെ ഇത് വൈൽഡ് ഷീപ്പാണ്. വേണ്ട വേണ്ട തൊട. വാ വാ.
ये देखिए नौशीन भाभी खरगोश നല്ല സ്ഥലമല്ലേ. താഴത്തെ ഡേറ്റ്സ് തോട്ടമാണ്. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ ഒരു ബ്രിഡ്ജ് പോലെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് നല്ല രസമായിട്ട് തോന്നിയായിരുന്നു. അത് രണ്ട് സൈഡിലുമായിട്ട് ഫുള്ള് ഡേറ്റ്സ് മരങ്ങളാണ്. അപ്പോൾ അതിൻ്റെ നടുക്കൂടെ പോകാനായിട്ട് നല്ല ഒരു ഭംഗിയായിട്ട് തോന്നിയായിരുന്നു. എനിക്കിവിടെ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ഭംഗിയായിട്ട് തോന്നിയൊരു സ്പോട്ട് ഇതായിരുന്നു. അതുപോലെ തന്നെ ഡേറ്റ്സ് ഒരുപാട് മരങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൊലയ്ക്ക് ഇങ്ങനെ താഴ്ന്ന് തൂങ്ങിപ്പോകാതിരിക്കാനായിട്ട് അവരിങ്ങനെ ചരട് കൊണ്ട് അത് ടൈറ്റ് ചെയ്ത് കെട്ടി നിർത്തിയിരിക്കുന്നതാണിത്. നോക്കിയേ ബ്രീഡ് ഡേറ്റ്സ്. ഗ്രൗണ്ട് പോവാ. വരുന്ന വഴിയിൽ ഒരുപാട് ഈന്തപ്പഴമൊക്കെ ഇങ്ങനെ കായ്ച്ചു കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അത് അവിടെ വരുന്ന ആൾക്കാരൊക്കെ അത് പറിച്ചിട്ട് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് പറിച്ചെടുത്തായിരുന്നു. നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഈന്തപ്പഴമായിരുന്നു. അതുപോലെ തന്നെ വരുമ്പോൾ അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് അവർ ടേബിളും ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും കുറേ ചെയർസൊക്കെ അവരിട്ടിട്ടുണ്ട് ആൾക്കാർക്ക് ഇരിക്കാനായിട്ടൊക്കെ. അതുപോലെ തന്നെ ചുറ്റിനും ഇങ്ങനെ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ്. ഇത് വാദി ഫഞ്ച എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ അധികം വെള്ളമൊന്നുമില്ല, കുറച്ച് ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷേ നല്ല മഴക്കാലത്ത് വെള്ളം വരുന്ന സ്ഥലമാണിത്. ഇപ്പം ഇവിടെ നിന്ന് നോക്കിയാൽ ആ അറ്റത്തൊക്കെ ഒരുപാട് ഡേറ്റ്സിൻ്റെ തോട്ടങ്ങൾ കാണാനായിട്ട് സാധിക്കും. എടുത്തരാം. തിരിച്ചു വന്ന വഴി ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് വന്നത്. അവിടെ നല്ല കാറ്റുള്ളതുകൊണ്ട് ശരിക്കും അവിടെ ഇരിക്കാനായിട്ട് നല്ല സുഖമായിരുന്നു. പിന്നെ കുറച്ച് ഡേറ്റ്സൊക്കെ പറിച്ചായിരുന്നു. അവിടെയുണ്ട് നല്ല റെഡ്. ആ താഴ്ത്ത് കാണാനായിട്ടാണ്. നോക്കി വെള്ളം ഒഴുകിപ്പോകുന്നു. ചിലർക്ക് കാണുമ്പോൾ പേടിയായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഈ മാർക്കിൽ സ്ട്രോങ് ആക്കുന്നത് തന്നെ മനസ്സിലായി. അതുകൊണ്ട് ശരിക്കും നല്ല റിസ്ക് അല്ല ഇത്.
കണ്ടില്ല. വലിയ പീക്കോക്ക് അതെ. അതിപ്പോ വീല് വിടർത്തോന്നറിയില്ല. ഇറങ്ങിയാ കൊള്ളാറ്. ബ്രൈഡൻ നോക്കി. ഇത് ഇറങ്ങുന്ന വെയിറ്റ് ചെയ്തെന്ന് ചിലപ്പോ ഇരുട്ടും. തീക്ക ബ്രൈഡ് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ കുറേ പഴയ കാലത്തെ ഫോട്ടോസുകളുണ്ട്. അതുപോലെ തന്നെ പണ്ട് ഉപയോഗിച്ചിരുന്ന ടൂൾസുകൾ, കത്തി, അതുപോലെ തന്നെ ഗ്ലാസ്സുകൾ, പായകൾ, കൊട്ടകൾ, പിന്നെ പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ അവർ വെച്ചിരിക്കുന്നത്. നല്ല ഉറക്കം. ഗോതമ്പ് ഇതെന്തിൻ്റെ കൊമ്പാന്ന് തോന്നുന്നു. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പായ. ഇത് എന്ത് പായ മമ്മി? ആ പുല്ലുപായ. അതിപ്പോ തൽക്കാലം വീട്ടിലേക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും. കിടക്കരുത്.
റൈസും പിന്നെ പഴയ ഫോണുകൾ, പിന്നെ കാർഡ്. ഇത് മറ്റേ ഡേറ്റ്സിൻ്റെ ഓലയുടെ അതുപോലെ തന്നെ എല്ലാ രാജ്യത്തെയും നോട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പഴയകാലത്ത് യൂസ് ചെയ്തിരുന്ന ടൂൾസുകൾ. പഴയകാലത്ത് ഓക്കെ ഇപ്പോഴീ വെള്ളം വരുന്നുണ്ടോ? അങ്ങനെ മലകളുടെ മേലിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് വരുന്നത്. ഇനിയല്ലേ? അല്ല, അത് പുറത്ത് പോകാനല്ലേ മമ്മി? പുറത്തേക്ക് പോകാനല്ലേ? സൗണ്ട് ഉണ്ടോ മമ്മി? ചീവീടിൻ്റെ ഭയങ്കര സൗണ്ടല്ലേ? ഇതെല്ലാം ഡേറ്റ്സിൻ്റെ ഓല കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു പൂളുണ്ട് ഇവിടെ, പക്ഷെ ഇതിങ്ങനെ വെള്ളമൊന്നും ഇല്ലാതെ ഉണങ്ങിക്കിടക്കുക. വാ, താഴത്തേക്ക് വാ. വാ. ഇവിടെ നിന്ന് നേരെ നമ്മൾ മേളിൽ നിന്ന് നേരത്തെ ഡേറ്റ്സൊക്കെ പറിച്ച സ്ഥലത്തുനിന്ന് മേളിൽ നിന്ന് കണ്ട സ്ഥലമാണത്. നേരെ താഴത്തെ കുറേ ഡേറ്റ്സ് മരവും പിന്നെ നല്ല വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു സ്ഥലമാണ് ഇനിയുള്ളത്. നല്ല തെളിഞ്ഞ വെള്ളം. മീനുണ്ട് കേട്ടോ സ്ഥലത്തെ. മീനുണ്ട്. എവിടെ? മീനുണ്ട്. ഒരുപാട് മീനുണ്ടോ മീൻ? ഗോപ്രോ വെള്ളത്തിൽ കൂടെ. മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇതിങ്ങനെ ഫുള്ളൊഴുകി പോകും. നല്ല ഇവിടെ വന്നിട്ട് ചൂടറിയുന്നില്ലല്ലേ മമ്മി? തണുപ്പുണ്ട് ശരിക്കും. 37 ഡിഗ്രി ഒക്കെ ഉണ്ട്. ഇന്നിച്ചിരി ചൂട് കുറവുണ്ട്, പക്ഷെ എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചൂടറിയുന്നില്ല. നല്ല കാറ്റും ഉണ്ട് ഇവിടെ. അമ്മ ഇതത് നോക്കി. ഡേറ്റ്സിൻ്റെ മരങ്ങളാണ് ഫുള്ള്. പപ്പമരമുണ്ട്. ഇതൊക്കെ ഈ ആടിനും പശുവിനൊക്കെ കൊടുക്കാൻ വേണ്ടി വളർത്തുന്ന പുല്ല.
ഞങ്ങൾ പണ്ട് വെറുതെ താമസിച്ചിരുന്നപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റും ഉണ്ടായിരുന്നു ഈ പുല്ലിങ്ങനെ അവർ ഒരുപാട് വളർത്തും. ഇവിടെ ഒരുപാട് മീൻ. കിഴുകാനെല്ലി ആണോ? ഇത് കിഴുകാനെല്ലിയാണല്ലേ? ഇത് നമ്മുടെ നാട്ടിലുള്ള കിഴുകാനെല്ലിയാണ് തോന്നുന്നത്. ആ കിഴുകാനെല്ലി നല്ല കിഴുകാനെല്ലി ഉണ്ടോന്ന് അവിടെ വരെ ജസ്റ്റ് പോയിട്ട് വരാം. നമ്മൾ മേളിൽ നിന്ന് കണ്ട ആ ഒരു വ്യൂ തന്നെയാണ് അവിടെ നിന്ന്. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇല്ലതേ അത് ഞാൻ കണ്ടായിരുന്നു മേലെ നോക്കിയപ്പോൾ. ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ രാത്രി ആയി കഴിഞ്ഞാലും വേറൊരു ഭംഗിയാണ് കാണാനായിട്ട്. കാര്യം ഫുള്ള് ലൈറ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ഈ പോയ വഴികളിലെല്ലാം ഫുള്ള് ലൈറ്റുകളായിരിക്കും. ലൈറ്റിലും നല്ല രസമാണ് ഈ സ്ഥലം കാണാനായിട്ട്. അങ്ങനെ എല്ലാവർക്കും സ്റ്റേ ചെയ്യാനും എല്ലാ സൗകര്യങ്ങളും ഇവർ റെഡിയാക്കിയിട്ടുണ്ട്. നോക്കി ആ വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ടോ? അതെല്ലായിടത്തും ഉണ്ട്. ഇതേ അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് പോവാണ്. ചെടി കണ്ടായിരുന്നു.